പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക സംഖ്യയുടെ പുസ്തകം 19, 20 അധ്യായങ്ങളാണ്. അധ്യായം 19, ശുദ്ധീകരണ ജലം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, ഞാൻ കൽപ്പിക്കുന്ന അനുഷ്ഠാന വിധി ഇതാണ്. ഊനമില്ലാത്തതും നുകം വയ്ക്കാത്തതും ആയ ഒരു ചെമന്ന പശുക്കിടാവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേലിയരോട് പറയുക. അതിനെ പുരോഹിതനായ എലെയാസറിനെ ഏൽപ്പിക്കണം. പാളയത്തിനു വെളിയിൽ കൊണ്ടുപോയി അവന്റെ മുമ്പിൽ വെച്ച് അതിനെ കൊല്ലണം. പുരോഹിതനായ എലെയാസർ അതിന്റെ രക്തത്തിൽ വിരൽ മുക്കി സമാഗമ കൂടാരത്തിന്റെ മുൻഭാഗത്ത് 7 പ്രാവശ്യം തെളിക്കണം. പശുക്കുട്ടിയെ അവന്റെ മുമ്പിൽ വെച്ച് ദഹിപ്പിക്കണം. തുകലും മാംസവും രക്തവും ചാണകവും എല്ലാം ദഹിപ്പിക്കണം. ദേവദാരു, ഹിസോപ്പ്, ചെമന്ന നൂൽ ഇവയെടുത്ത് പശുക്കിടാവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ഇടണം. പിന്നീട് അവൻ വസ്ത്രങ്ങൾ അലക്കി കുളിച്ച് പാളയത്തിലേക്ക് വരണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. പശുക്കിടാവിനെ ദഹിപ്പിച്ചവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ശുദ്ധിയുള്ള ഒരാൾ പശുക്കിടാവിന്റെ ചാരം ശേഖരിച്ച് പാളയത്തിന് പുറത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം. അത് ഇസ്രായേൽക്കാർക്ക് പാപമോചനത്തിനുള്ള ശുദ്ധീകരണ ജലം തയ്യാറാക്കുന്നതിനായി സൂക്ഷിക്കണം. പശുക്കിടാവിന്റെ ചാരം ശേഖരിച്ചവൻ വസ്ത്രം അലക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ഇസ്രായേലിയർക്കും അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികൾക്കും ശാശ്വത നിയമമാണിത്. മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തന്നെ ശുദ്ധനാക്കണം. അപ്പോൾ അവൻ ശുദ്ധനാകും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധികർമ്മം നടത്തിയില്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാവുകയില്ല. ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ ശുദ്ധീകരിക്കാത്തവൻ കർത്താവിന്റെ കൂടാരത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കണം. ശുദ്ധീകരണ ജലം തന്റെ മേൽ തെളിക്കാത്തത് കൊണ്ട് അവൻ അശുദ്ധനാണ്. അവനിൽ അശുദ്ധി നിലനിൽക്കുന്നു. കൂടാരത്തിനുള്ളിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അതേക്കുറിച്ചുള്ള നിയമം ഇതാണ്. കൂടാരത്തിൽ പ്രവേശിക്കുന്നവനും കൂടാരത്തിൽ ഉള്ളവനും 7 ദിവസത്തേക്ക് അശുദ്ധരായിരിക്കും. തുറന്നു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകും. വാളിനിരയായവനെയോ ശവശരീരത്തെയോ മനുഷ്യാസ്ഥിയെയോ ശവക്കുഴിയെയോ വെളിയിൽ വെച്ച് സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. അശുദ്ധനായവനു വേണ്ടി പാപപരിഹാര ബലിയിൽ നിന്ന് ചാരമെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഒഴുക്കുനീർ കലർത്തണം. പിന്നീട് ശുദ്ധിയുള്ള ഒരാൾ ഹിസോപ്പ് എടുത്ത് ആ വെള്ളത്തിൽ മുക്കി കൂടാരം, ഉപകരണങ്ങൾ എന്നിവയുടെ മേലും അവിടെയുള്ള ആളുകൾ, അസ്ഥിയെയോ കൊല്ലപ്പെട്ടവനെയോ ശവശരീരത്തെയോ ശവക്കുഴിയെയോ സ്പർശിച്ചവർ തുടങ്ങി എല്ലാവരുടെയും മേലും തെളിക്കണം. ശുദ്ധിയുള്ളവൻ അശുദ്ധനായവന്റെ മേൽ ഇപ്രകാരം 3-ാം ദിവസവും 7-ാം ദിവസവും തെളിക്കണം. 7-ാം ദിവസം അവൻ വസ്ത്രം അലക്കി കുളിച്ച് തന്നെ ശുദ്ധീകരിക്കണം. അന്ന് സായാഹ്നം മുതൽ അവൻ ശുദ്ധനായിരിക്കും. അശുദ്ധനായി കഴിഞ്ഞിട്ട് ശുദ്ധി നേടാത്ത വ്യക്തിയെ കർത്താവിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കിയതിനാൽ
സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. ശുദ്ധീകരണ ജലം തെളിക്കപ്പെടാത്തത് കൊണ്ട് അവൻ അശുദ്ധനാണ്. ഇത് ശാശ്വത നിയമമാണ്. ശുദ്ധീകരണ ജലം തെളിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകണം. ആ ജലം തൊടുന്നവൻ സായാഹ്നം വരെ അശുദ്ധനായിരിക്കും. അശുദ്ധൻ സ്പർശിക്കുന്നതെന്തും അശുദ്ധമായി തീരും. അശുദ്ധമായി തീർന്നതിനെ സ്പർശിക്കുന്നവനും സായാഹ്നം വരെ അശുദ്ധനായിരിക്കും. അധ്യായം 20. പാറയിൽ നിന്ന് ജലം. ഇസ്രായേൽ ജനം 1-ാം മാസത്തിൽ സിൻ മരുഭൂമിയിലെത്തി. അവർ കാദശിൽ താമസിച്ചു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി. ജനം മോശയോട് എതിർത്തു പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിന്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ, ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിന്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതെന്തിന്? ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല, കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോൾ മോശയും അഹ്റോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാര വാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിന്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക. നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കുവാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പനയനുസരിച്ച് മോശ കർത്താവിന്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരീബായിലെ ജലം. ഇവിടെ വെച്ചാണ് ഇസ്രായേലിയർ കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തൻ്റെ പരിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത്. ഏദോം തടസ്സം നിൽക്കുന്നു. മോശ കാദശിൽ നിന്ന് ദൂതന്മാരെ അയച്ച് ഏദോം രാജാവിനോട് പറഞ്ഞു, നിന്റെ സഹോദരനായ ഇസ്രായേൽ അറിയിക്കുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതകളെല്ലാം നീ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലേക്ക് പോയതും ദീർഘകാലം അവിടെ ജീവിച്ചതും ഈജിപ്തുകാർ ഞങ്ങളുടെ പിതാക്കന്മാരോടും ഞങ്ങളോടും ക്രൂരമായി പ്രവർത്തിച്ചതുമെല്ലാം നിനക്കറിയാം. അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞങ്ങളുടെ സ്വരം ശ്രവിച്ചു. തൻ്റെ ദൂതനെ അയച്ച് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോന്നു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ അതിർത്തിയിലുള്ള കാദേശ് നഗരത്തിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കണം. വയലുകളിലോ മുന്തിരിത്തോട്ടങ്ങളിലോ ഞങ്ങൾ പ്രവേശിക്കുകയില്ല. നിങ്ങളുടെ കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. നിങ്ങളുടെ രാജ്യാതിർത്തി കടക്കുന്നതുവരെ ഇടം വലം തിരിയാതെ രാജപാതയിലൂടെ തന്നെ ഞങ്ങൾ പോയിക്കൊള്ളാം. ഏദോം രാജാവ് എതിർത്തു പറഞ്ഞു, നിങ്ങൾ കടന്നു പോകരുത്. കടന്നാൽ വാളുമായി ഞാൻ നിങ്ങളെ നേരിടും. ഇസ്രായേൽക്കാർ പറഞ്ഞു, ഞങ്ങൾ പെരുവഴിയിലൂടെ പോയിക്കൊള്ളാം. ഞങ്ങളോ ഞങ്ങളുടെ മൃഗങ്ങളോ നിങ്ങളുടെ വെള്ളം കുടിച്ചാൽ അതിന് വില തന്നുകൊള്ളാം. കടന്നു പോകാൻ അനുവദിക്കണമെന്നല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. അവൻ പറഞ്ഞു, നീ കടന്നു പോകാൻ പാടില്ല. ശക്തമായ സൈന്യവുമായി ഏദോം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു. തൻ്റെ അതിർത്തിയിലൂടെ ഇസ്രായേൽ കടന്നു പോകുന്നത് ഏദോം തടഞ്ഞു. അതിനാൽ ഇസ്രായേൽ അവിടെ നിന്ന് തിരിച്ചുപോയി.
അഹറോന്റെ മരണം. ഇസ്രായേലിയർ കാദശിൽ നിന്ന് പുറപ്പെട്ട് ഹോർ മലയിലെത്തി. ഏദോം രാജ്യാതിർത്തിയിലുള്ള ഹോർ മലയിൽ വെച്ച് കർത്താവ് മോശയോടും അഹറോനോടും അരുൾ ചെയ്തു, അഹറോൻ തന്റെ പിതാക്കന്മാരോട് ചേരും. മെരീബ ജലാശയത്തിങ്കൽ വെച്ച് നിങ്ങൾ എന്റെ കൽപ്പനയെ ധിക്കരിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല. അഹ്റോനെയും പുത്രൻ എലിയാസറിനെയും ഹോർ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അഹ്റോന്റെ വസ്ത്രമൂരി മകനായ എലിയാസറിനെ ധരിപ്പിക്കുക. അഹ്റോൻ അവിടെ വെച്ച് തന്റെ പിതാക്കന്മാരോട് ചേരും. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമൂഹം മുഴുവൻ നോക്കി നിൽക്കെ അവർ ഹോർ മലയിലേക്ക് കയറിപ്പോയി. മോശ അഹ്റോന്റെ വസ്ത്രമൂരി അവന്റെ മകനായ എലിയാസറിനെ ധരിപ്പിച്ചു. മലമുകളിൽ വെച്ച് അഹ്റോൻ മരിച്ചു. മോശയും എലിയാസറും മലയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അഹ്റോൻ മരിച്ചുപോയി എന്നറിഞ്ഞ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അവനെ ഓർത്ത് 30 ദിവസം ദുഃഖമാചരിച്ചു.